ഏതൊരു പ്രലോഭനത്തെയും അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ധൈര്യം ആരാലോ സ്നേഹിക്കപ്പെടുന്നുള്ളതാണ്. എല്ലാവരും വിചാരിക്കുന്നു ഈ വിശപ്പുള്ള മനുഷ്യരൊക്കെ അപ്പം തിരയുന്നുണ്ടെന്ന്. എല്ലാ വിശപ്പുകളും അപ്പം അർഹിക്കുന്നില്ല. ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദേർസ് എ സിൻ. ആഡംബരങ്ങൾ പാപമാണെന്ന് ഓർത്താന്നല്ല. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. നോമ്പിൽ അവിടുത്തെ 40 ദിവസങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് നിശ്ചയമായിട്ടും വരും. അതിൻ്റെയൊക്കെ പശ്ചാത്തലം പോലും, നോമ്പിൻ്റെ പശ്ചാത്തലം പോലും ആ 40 ദിവസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട. ഇപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആ ക്വാറൻറ്റൈൻ എന്ന് പറഞ്ഞ പദം ഈ പറഞ്ഞ 40 ഡേയ്സ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ. ഏകാന്തതയിൽ യേശു തൻ്റെ തന്നെ സ്വത്വത്തെ തിരിച്ചറിയുക, തൻ്റെ ദിശകളെ കൃത്യമായിട്ട് നിർണ്ണയിക്കുക. 3 സുവിശേഷങ്ങളിലും ഇത് കാര്യമായ വ്യതിയാനങ്ങളില്ലാതെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ആ സീക്വൻസ് അവർ കൃത്യമായിട്ടാണ് സൂക്ഷിക്കുക. ഈ 3 പേരും പറയുന്നത് യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം വളരെ ഇമ്മീഡിയറ്റായിട്ട് നടന്നൊരു കാര്യമായിട്ടാണ് അവരതിനെ അടയാളപ്പെടുത്തുക. ഒരു പുഴയിൽ മുങ്ങി നിവരുന്ന യേശു ഇപ്പോൾ പോകുന്നത് ഇങ്ങനെ കൃത്യമായ മരുഭൂമിയിലേക്കാണ്. ഒരു മരുഭൂമിയിലേക്ക് പോകുന്ന ഒരാൾക്ക് ഇപ്പോൾ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഓർമ്മയെന്ന് പറയുന്നത് ഈ പുഴ കൊടുക്കുന്നൊരു ഓർമ്മയാണ്. എന്താ പുഴ കൊടുക്കുന്ന ഓർമ്മ? ഇങ്ങനെ കുറേ പേര് കൂടി ഇങ്ങനെ സ്നാനത്തിന് വേണ്ടി കാത്തു നിൽക്കുക. അത് വലിയൊരു ഹ്യൂമിലിറ്റിയുടെ അല്ലെങ്കിൽ റാദർ ഹ്യൂമിലിയേഷൻ എന്നൊക്കെ പോലും വിശേഷിപ്പിക്കാവുന്ന ഒരു കർമ്മമായിരുന്നു യഹൂദർക്ക്. യഹൂദരുടെ രീതിയിൽ അത്തരം കുളികളില്ല. അകപ്പാടെ സംഭവിക്കുന്നത് ഏതെങ്കിലും കാരണം കൊണ്ട് തങ്ങളുടെ വിശ്വാസത്തെ ഡിസോൺ ചെയ്ത ഒരു വ്യക്തി മടങ്ങി വരുമ്പോൾ മാത്രം കൊടുത്തിരുന്ന ഒരു അനുതാപ ശുശ്രൂഷ കണക്കായിട്ടാണ് ഈ പറഞ്ഞ സ്നാനമുണ്ടായിരുന്നത്. അതിനെങ്ങനെ യോഹന്നാൻ വളരെ കോമൺ ആക്കി, എല്ലാവർക്കും ഒരു മടക്കയാത്രയുടെ നേരമായെന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ്. ഇത്തരം മടക്കയാത്രകളുടെ ഒരാവശ്യമില്ലാത്തൊരു ചെറുപ്പക്കാരൻ ഈ കൂട്ടത്തിൽ നിൽപ്പുണ്ട്. ഉള്ളിലെ ആന്തരിക പ്രഭയിൽ കൃത്യമായിട്ട് ആ ചെറുപ്പക്കാരനെ യോഹന്നാൻ തിരിച്ചറിയുന്നു. നീ എങ്ങനെ ഇവിടെ? ഞാൻ നിൻ്റെ അടുത്ത് നിന്നല്ലേ സ്നാനം സ്വീകരിക്കേണ്ടത്, നീ എൻ്റെ അടുത്തുള്ള സ്നാനം സ്വീകരിക്കാൻ എന്താ വന്ന് നിൽക്കുന്നത്? അപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ എഴുതപ്പെട്ടതുപോലെ സംഭവിക്കട്ടെ, സർവ്വനീതിയും പൂർത്തീകരിക്കുക ഉചിതമത്രേ. അങ്ങനെ ഒരിട്ട് ജലം ഈ ചെറുപ്പക്കാരൻ്റെ ശിരസിലേക്ക് യോഹന്നാൻ ഇറ്റ് വീഴ്ത്തുമ്പോൾ ഈ മുഴുവൻ പ്രപഞ്ചത്തിനെയും സ്നേഹം അയാളിലേക്ക് ഇങ്ങനെ ഒഴുകി വരിക. നമ്മുടെയൊക്കെ ഒരു ഭാരതീയ ഒരു സങ്കല്പം അനുസരിച്ചിട്ടാണെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളുടെ സ്നേഹവും അയാളെ തേടി വരിക. ആകാശം അയാളെ പൊതിഞ്ഞിട്ട് അതിലിനകത്തുനിന്ന് ഒരു മൃദുമന്ത്രണം കേൾക്കുകയാണ്, നീ എൻ്റെ പ്രിയപ്പെട്ടവൻ, യു ആർ മൈ ബിലവഡ്. എനിക്ക് തോന്നുന്നു എല്ലാ പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും ഒക്കെ അതിജീവിക്കാനായിട്ടുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധൈര്യം ഈ ഒരു ചെറിയ വാക്കാണ്, യു ആർ മൈ ബിലവഡ്, എൻ്റെ പ്രിയപ്പെട്ടതാണ്. ഇത്രയും ഭംഗിയുള്ളൊരു, ഇത്രയും ധൈര്യം തരുന്നൊരു വാക്ക് ലോകത്ത് വേറെയില്ല, മൈ ബിലവഡ്. നമ്മുടെയൊക്കെ ഒരു സാധാരണ ഒരു ജീവിതാനുഭവങ്ങളിൽ പോലും എത്ര പ്രധാനപ്പെട്ടതാണ്. പല കാരണങ്ങൾ കൊണ്ട് അകന്നു നിൽക്കുന്ന പരസ്പര സ്നേഹത്തിലുള്ള 2 വ്യക്തികളെടുക്കുക. അത് ദാമ്പത്യത്തിലായിരിക്കാം, പ്രണയത്തിലായിരിക്കാം, എന്തെങ്കിലുമൊക്കെ തരത്തിൽ ശരീരത്തിൻ്റെ ചില പ്രിയങ്ങളിലേക്ക് വഴുതി പോകാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ അവർ പാർക്കുന്ന നഗരങ്ങളിലുണ്ട്, അവർ പാർക്കുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നിട്ടും അതിലകത്തേക്ക് ഒന്നും വഴുതിപ്പോകാതെ ഇങ്ങനെ കുലീനമായ നിലനിൽപ്പോടുകൂടി അവർ മുമ്പോട്ട് പോകുന്ന അർത്ഥം എന്താണ്? ആരുടെയോ പ്രിയപ്പെട്ട ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഒരിത്തിരി സ്നേഹാനുഭവത്തിൻ്റെ ധൈര്യത്തിൽ മനുഷ്യന് ഭൂമിയിലുള്ള ഏത് പ്രലോഭനങ്ങളെയും കുറുകടക്കാനായിട്ട് പറ്റും. നിറയെ ഓടകളുള്ള ഒരു നഗരത്തിൽ ഇങ്ങനെ കാണുകൾക്കിടയിലൂടെ നടന്നു പോകുന്ന ഒരാൾ കണ്ണുപൂട്ടി ഇരിക്കുമ്പോൾ അയാളുടെ ഉള്ളിലേക്കൊരു ആമ്പൽ വിരിയുന്ന കണക്കാതാണ്. ആ ആമ്പലിൻ്റെ സുഗന്ധത്തിൽ ഈ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഭംഗിയില്ലായ്മയും അയാൾക്ക് കുലീനമായിട്ട് അഭിമുഖിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് ഇതിനകത്തുനിന്ന് എൻ്റെ ഒരു കുഞ്ഞു ബോധത്തിലേക്ക് വരുന്ന ലെസൺ ഇതാണ്: ഏതൊരു പ്രലോഭനത്തെയും അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ധൈര്യം ആരാലോ സ്നേഹിക്കപ്പെടുന്നുള്ളത് തന്നെ. അത്തരം ധൈര്യമില്ലാതെ പോകുമ്പോഴാണ്, അത്തരം ഉറപ്പില്ലാതെ പോകുമ്പോഴാണ് മനുഷ്യർ വളരെ പെട്ടെന്ന് പാളിപ്പോവുക. 3 പ്രലോഭനങ്ങളിലൂടെ യേശു കടന്നു പോകുന്നു. ഏതൊരു കാലത്തിനും ഏതൊരു മനുഷ്യനും തൻ്റെ കോണ്ടക്സ്റ്റിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ഉപമ കണക്ക് പോലും അനുഭവപ്പെടുന്ന ഒരു പ്രലോഭന കഥയാണത്. വളരെ കൗതുകരമായൊരു കാര്യം ഇതാണ്, 3 സുവിശേഷങ്ങളിലും കാര്യമായ വ്യതിയാനങ്ങളില്ലാതെ ഞാൻ നേരെ സൂചിപ്പിച്ച കണക്ക് ഈ ഒരു സീക്വൻസ് പോലും
മാറാതെ ഒക്കെ ഇത് അടയാളപ്പെടുത്തുമ്പോൾ ഇതാര് കണ്ടു എന്നുള്ള വളരെ പ്രശ്നം. കാരണം ബാക്കിയുള്ള യേശുവുമായി ബന്ധപ്പെട്ട എല്ലാ ഈവൻസിനകത്തും എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കകത്തും ആരുടെ ഒരാൾ സാക്ഷിയായിട്ടുണ്ടാവും, ഒരു ഹ്യൂമൻ പ്രസൻസ് ഉണ്ടാവും. യേശു രക്തം വീർത്തെന്ന് പറയുമ്പോൾ പോലും അടുത്ത വരിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആരോ ഒരാളിങ്ങനെ വൃക്ഷങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഇത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഭടന്മാർ വരുമ്പോൾ അയാളാണ് ഇങ്ങനെ വസ്ത്രമൊക്കെ ഇട്ടിട്ട് ഓടിപ്പോകുമെന്ന് പറയുക. പക്ഷെ ഇവിടെ ഈ 40 ദിവസം മറ്റൊരു ഹ്യൂമൻ പ്രസൻസ് ഇല്ലാത്ത ഒരിടത്ത് നടന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നൊരു കാര്യം, വിശ്വസിക്കുന്നൊരു കാര്യം എങ്ങനെ ആ ശിഷ്യന്മാരുടെ ബോധത്തിലേക്ക് വന്നു? അപ്പം അതിനകത്തൊരൊറ്റ യുക്തിയേ ഉള്ളൂ, യേശു തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകരമായ ഒരു നിമിഷം എന്ന നിലയിൽ ഒരു ഉപമ കണക്കോ മെറ്റഫർ കണക്കോ വരും കാലങ്ങൾ വായിക്കാൻ വേണ്ടി യേശു ആ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. താൻ തൻ്റെ ലൈഫിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ കടന്നുപോയ ചില പരീക്ഷണം, പ്രലോഭനം എന്നതിനേക്കാൾ നല്ല വാക്ക് പരീക്ഷയാണെന്ന് തോന്നുന്നു. കാരണം ഓരോരുത്തരും എന്തുമാത്രം കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്തിട്ടുണ്ടെന്ന് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയാണ് പരീക്ഷ. അതിനുവേണ്ടിയാണല്ലോ എല്ലാ പരീക്ഷകളും. അപ്പോൾ ഏതൊരു പരീക്ഷകൾക്കകത്തും ജയിക്കണമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. അത് നമ്മൾ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ആ ഒരു ഇല്ലുമിനേറ്റഡ് സെൽഫായിട്ട് ബന്ധപ്പെട്ട ഒരു പരീക്ഷകളാണ് നടക്കുന്നത്. 3 പ്രലോഭനങ്ങളാണ്. ഈ 3 പ്രലോഭനങ്ങൾ നിശ്ചയമായിട്ടും ഈ മനുഷ്യാവസ്ഥ അഭിമുഖീകരിക്കുന്ന ഏതൊരു കാലത്തിലും വായിച്ചെടുക്കാവുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. ഒന്നിങ്ങനെ ആ സുഖവുമായിട്ട് ബന്ധപ്പെട്ട പ്രലോഭനം. നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ കാര്യങ്ങളോട് മമത അനുഭവപ്പെടുക എന്ന് പറയുന്ന വിധത്തിൽ വളരെ സരളമായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. ഒരു അൺട്രോഡൻ പാത്തിലൂടെ കടന്നു പോവുക, ഈ ചാരും ചവിട്ടാത്ത വഴികളിലൂടെ കടന്നു പോവുക, ഒറ്റപ്പെട്ട വഴികളിലൂടെ നടന്നു പോവുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു താല്പര്യങ്ങൾക്ക് നിരക്കുന്നതല്ല. ബ്രാൻഡ് എന്ന് പറയുന്ന ഇബ്സൻ്റെ ഒരു നാടകമുണ്ട്. ആ നാടകത്തിൻ്റെ നായകൻ്റെ പേരും അതുതന്നെയാണ്. ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം. വെളിച്ചമെന്നാണ് ആ വാക്കിൻ്റെയൊക്കെ അർത്ഥം. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇയാൾ ഒരു ദേശത്തിൻ്റെ ലിബറേറ്റർ ആകാനായിട്ട് പോവുകയാണ്. ദൂരെയുള്ളൊരിടത്തേക്ക് ഇവർ യാത്ര പോകുന്നു. ഒരു രംഗമുണ്ട് അതിനകത്ത്. യാത്ര ഇങ്ങനെ കടുക്കുമ്പോൾ പതുക്കെ ഇയാളിലുള്ള മതിപ്പ് ഈ പറഞ്ഞ ആൾക്കൂട്ടത്തിന് നഷ്ടമാകുന്നു. ഇയാളെ പരിഹസിക്കുന്നു. ഫിസിക്കലായിട്ട് പോലും ഇയാൾ നേരിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇയാൾ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ചെറിയ സംഘർഷത്തിൽ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴേക്കും ആരോ വന്നിട്ട് വിളിച്ച് പറയുകയാണ്, ഊത്ത പുഴയിലേക്ക് കയറിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ സാൽമൺ മീനുകളാണ്. അത് ഇങ്ങനെ അതിൻ്റെ മുട്ടയിടുന്ന ഒരു കാലം വരുമ്പോഴേക്കും അത് പിറന്ന അതേ പുഴയിലേക്ക് വരുമെന്ന് പറയുന്നത്. അത് വല്ലാത്തൊരു കാഴ്ചയാണ്. ചിലതരം ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ നിറയെ മീനുകൾ കയറി വരിക. അപ്പം അത്തരം ചില അവസരങ്ങൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുക? അതോടുകൂടി ഈ ആൾക്കൂട്ടം പിരിയുകയാണ്. എല്ലാവരും കൂടി പുഴയിലേക്ക് ഊത്ത പിടിക്കാനായിട്ട് പോവുക. ഇത് വളരെ പൊള്ളിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വലിയ യാത്രകളിലേക്ക്, വലിയ ഇച്ഛാശക്തി ആവശ്യമുള്ള യാത്രയിലേക്ക്, വലിയ നിഷ്ഠ ആവശ്യമുള്ള യാത്രകളിലേക്ക് ക്ഷണം കിട്ടിയ മനുഷ്യർ ആ ചെറിയ കൗതുകങ്ങളിൽ കുരുങ്ങി തങ്ങളുടെ യാത്രകൾ അവസാനിപ്പിക്കുക. അപ്പോൾ പ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, സുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അഭിരുചികളുമായിട്ട് ബന്ധപ്പെട്ട പ്രലോഭനമാണ് ആദ്യത്തേത്. 40 ദിവസം കഴിഞ്ഞിട്ട് അവന് വിശന്നു എന്നാണ് പറയുക. 40 ദിവസം കഴിയുമ്പോൾ അത്ര 40 ദിവസത്തെ വിശപ്പ് അനുഭവിച്ചൊരു മനുഷ്യന് കല്ലപ്പമാണൊന്നുമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ കല്ല് പോലും എടുത്ത് കഴിച്ചെന്നിരിക്കും. വിശേഷിച്ചും ഈ പറയുന്ന ആ ഒരു മരുഭൂമിയുടെയൊക്കെ ആ ഒരു പശ്ചാത്തലം പഠിക്കുമ്പോഴേക്കും അവിടുത്തെ ചില കല്ലുകൾ എന്നൊക്കെ ലൈം സ്റ്റോൺസ് എന്നൊക്കെ പറയുന്ന അത്തരം ചില കല്ലുകൾക്ക് ഒറ്റനോട്ടത്തിൽ ഇങ്ങനെ അപ്പത്തിൻ്റെ ഒരു സാദൃശ്യം പോലും ഉണ്ടെന്നാണ് പറയുന്നത്. വിശക്കുന്നവൻ എല്ലായിടത്തും അപ്പം കാണാൻ പറ്റും. എന്നിട്ടോ ഈ അപ്പം നിനക്ക് എന്തുകൊണ്ട് ഈ കല്ലിനെ അപ്പമാക്കി മാറ്റാൻ പറ്റില്ലെന്നൊരു ചോദ്യമായത്. എന്താ അതിൻ്റെ അർത്ഥം? ഈ നിനക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ നിനക്ക് എന്തുകൊണ്ട് നിൻ്റെ പ്രിയങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൂടാ? യേശു പറഞ്ഞു, ആ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. എന്തൊരു ലിബറേറ്റഡ് ഒരു സെൽഫിൻ്റെ ഇങ്ങനെ വലിയ ഒരു പ്രഖ്യാപനമാണ് അത്. എല്ലാവരും വിചാരിക്കുന്നു ഈ വിശപ്പുള്ള മനുഷ്യരൊക്കെ അപ്പം തിരയുന്നുണ്ടെന്ന്. എല്ലാ വിശപ്പുകളും അപ്പം അർഹിക്കുന്നില്ല. ചില വിശപ്പുകളൊക്കെ നിലനിർത്താനായിട്ട് പറ്റുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളോട് മതിപ്പ് തോന്നുകയുള്ളൂ. ശോഭം തോന്നിയ എല്ലാ കാര്യങ്ങൾക്കകത്തും നിങ്ങൾ ശോഭിക്കേണ്ടതുണ്ടോ? ശോഭം തന്നെ എനിക്ക് തോന്നുന്നു ഒരു നോമ്പ് കാലത്ത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. എത്ര പെട്ടെന്നാണ് മനുഷ്യർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു കല നിശ്ചയമായിട്ടും മനുഷ്യൻ അഭ്യസിക്കേണ്ട ഒരു കലയായിട്ട് തോന്നുന്നു. ഈ മൂവിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എങ്ങനെയാണ് ഒരു മൂവിയാക്കുന്നത് അതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്ന സംഭവം.
വലിയ പഴക്കമുള്ളൊരു രീതിയല്ല അത്. ആ പഴക്കമില്ലാത്ത ആ ഒരു എഡിറ്റിങ്ങിൻ്റെ ചരിത്രത്തിനകത്ത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ 200 മണിക്കൂറുകളൊക്കെ ആവശ്യമുള്ള വിധത്തിലുള്ള ഫുട്ടേജുകളുണ്ട്. എന്നിട്ട് അതിങ്ങനെ 2 മണിക്കൂറിലേക്ക് ചുരുക്കാമെന്നൊരു സംഭവമുണ്ട്. ഇത് കണക്ക് ഒരു ഉള്ളിൽ ചില എഡിറ്റിങ്ങൊക്കെ നല്ലതല്ല മനുഷ്യന്. എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുക, എല്ലാത്തിനകത്തും തർക്കിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമുണ്ടോ? ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്നൊരു വലിയൊരു ആർഗ്യുമെൻ്റ് ഇതാണ്, എൻ്റെ വീടിനകത്തും എൻ്റെ ഉറ്റവരുടെ അടുത്തും ഞാൻ സത്സന്ധമായിട്ടാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുക. കേൾക്കുമ്പോൾ അതിനകത്തൊരു യുക്തിയൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ പോലും അതിൻ്റെ പ്രായോഗികമായ അർത്ഥത്തിൽ ഇതാരെയും സഹായിക്കുന്നില്ല. ഏതൊരു സംഘർഷത്തിന് മയമുണ്ടാക്കാനായിട്ട് ആ സംഘർഷത്തിലേക്ക് എത്തിയ സമയത്തിൻ്റെ പല മടങ്ങ് സമയം ആവശ്യമുണ്ട്. അത്രയും സമയമൊക്കെ സ്പെയർ ചെയ്യാൻ മാത്രം വിധത്തിൽ ജീവിതം അത്ര ധൈര്യമുണ്ടോ നമുക്ക്? ഓരോ നിമിഷവും ഈ പറയുന്ന കണക്ക് ഈ പിശുക്കൻ്റെ പൊന്നാണയം കണക്ക് ചിലവഴിക്കണമെന്നൊക്കെ പഠിപ്പിക്കാനാണ് വേദപുസ്തകം ശ്രമിക്കുന്നത്. അത്രയും ശ്രദ്ധയോട് ചിലവഴിക്കേണ്ട സമയത്ത് ഓരോ കാര്യങ്ങൾ തിരുത്താനും പരിഹരിക്കാനൊക്കെ എവിടെയാണ് നമുക്ക് നേരമുള്ളത്? പറഞ്ഞു വരുന്നത് ഇങ്ങനെ എല്ലാ വിശപ്പുകളും അപ്പോൾ അർഹിക്കുന്നില്ല, എല്ലാ ക്ഷോഭവും കലി അർഹിക്കുന്നില്ല, എല്ലാ മമതകളും ഈ അത്തരം ചില സഹസേനം അർഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന കണക്ക് ലളിതമാണ്. ചില താല്പര്യങ്ങളെയൊക്കെ മനുഷ്യർ പ്രതിരോധിക്കാനും നിലനിർത്താനും ഒക്കെ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട, അത്ര എളുപ്പമല്ല. അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, വാക്കുകൊണ്ട് കൂടിയാണെന്ന വെളിച്ചത്തിനകത്താണ് ഈ കാര്യങ്ങൾക്കൊരു പ്രകാശമാനമായൊരു സ്വഭാവം ഉണ്ടാകുന്നത്. വാക്കാണ് ഈ എല്ലാത്തരം വിശപ്പിനെയും അഭിമുഖീകരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ധൈര്യം. നോമ്പക്കാലത്തൊക്കെ അത് ഞങ്ങളുടെ ആശ്രമങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇങ്ങനെ ആ കാലത്ത് എത്ര പുസ്തകങ്ങൾ വായിച്ചു തീർത്തുന്നുള്ളത്. കാരണം ഓരോ പുസ്തകവും കുറേ കൂടി കുലീനമായിട്ട് ജീവിക്കാനായിട്ടുള്ള ക്ഷണമാണ് ആത്യന്തികമായിട്ട് ഉയർത്തുന്നത്. അപ്പോൾ ഈ ഇത്രയും പ്രിയങ്ങൾ സുഖങ്ങൾ ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രകാശം. ചില കാര്യങ്ങളൊക്കെ നിലനിർത്താനും എല്ലാ വിശപ്പും അതിൻ്റെ അപ്പം അർഹിക്കുന്നില്ലെന്നൊക്കെയുള്ള ബോധവുമാണ് വാസ്തവത്തിൽ ആദ്യത്തെ പ്രലോഭനത്തിൽ നമുക്ക് ലഭിക്കുന്നൊരു പൊൻവെളിച്ചം. രണ്ടാമത്തത് നമ്മൾ വായിച്ച് കേൾക്കുന്നു, ഇങ്ങനെ തിന്മ അവനിങ്ങനെ ദേവാലയ ഗോപുരത്തിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് താഴോട്ട് ചാടാനായിട്ടാണ് പറയുന്നത് കൃത്യമായ ദൈവവചനമാണ്. നീ താഴോട്ട് ചാടിക്കഴിഞ്ഞെന്നാൽ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് മാലാഖമാരെ നിശ്ചയിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സാത്താൻ. പിന്നീട് ഒരു ഫ്രേസ് കണക്ക് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, സാത്താൻ ദൈവവചനം പറയുന്നൊക്കെ പറയുന്നൊരു ഫ്രേസുണ്ട്. അതൊരു ഫലിതമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സറ്റയറായിട്ട് കണക്ക് ഉപയോഗിക്കുന്നത്. അസൽ അതിൻ്റെ റൂട്ട് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാ തിരുവചന സൂചനകളും തിരുവചന അറിവുകളുമൊന്നും കൃത്യമായ രക്ഷയിലേക്കുള്ള പാതയാണെന്ന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട. സാത്താൻ പോലും ഇങ്ങനെ പറയുന്നത് കൃത്യമായി തൊണ്ടുന്ന സങ്കീർത്തനം, നിന്നെ നിലത്ത് വീഴാൻ അനുവദിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അത്ഭുതങ്ങളിലേക്കുള്ള ക്ഷണമാണ്. അസാധാരണമായ ചില അനുഭവങ്ങളുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിന് ഭംഗിയുള്ളൂ, മഹിമയുള്ളെന്ന് പറയുന്ന ഒരു സങ്കല്പത്തെയാണ് യേശു പതുക്കെ തട്ടിമാറ്റുക. ജീവിതത്തിന് ഇത്രയും അസാധാരണ അനുഭവങ്ങൾ വേണോ? കേൾക്കുമ്പോൾ മണ്ടത്തരമായിട്ട് തോന്നും. എന്നാൽ പോലും അതല്ല എൻ്റെ ശരി. മുകളിൽ നിന്ന് താഴോട്ട് ചാടിയ ഭൂമിയിലെ 100ക്ക് 100 ആൾക്കാരും ഇന്നോളം കാല് പൊട്ടി ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലായിട്ടേ ഉള്ളൂ. നിനക്ക് മാത്രം അത് സംഭവിക്കില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ പ്രകൃതിയോടും ദൈവത്തോടുള്ള നിഷേധമല്ലേ? ഇത്രയും അത്ഭുതങ്ങളെ ക്ലാമർ ചെയ്യുന്ന ഒരു സുവിശേഷ രീതി എന്ന് പറയുന്നത് പോലും യേശു നിരക്കുന്നതാണോ ഇല്ലെന്നുള്ള പ്രശ്നമുണ്ട്. എല്ലാ അനുഭവങ്ങളെയും കുലീനമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നൊരു മനസ്സുണ്ടാക്കിയെടുക്കുകയല്ലേ പ്രധാനം. അത്ഭുതങ്ങൾ അതിൽ തന്നെ അത്ര പ്രധാനപ്പെട്ടതാണോ? അങ്ങനെയായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിൽ, വിശേഷം നമുക്കറിയാം ഈ പറഞ്ഞ പീഡാനുഭവത്തിനൊക്കെ തൊട്ട് മുമ്പുള്ളൊരു കാലഘട്ടം തൊട്ട് യേശു വളരെ ബോധപൂർവ്വം ഈ അത്ഭുതങ്ങളെന്ന് വഴുതി മാറുന്നത്. ഒരത്ഭുതം ചെയ്യൂ എന്നുള്ളതായിരുന്നു അവനോട് ഹെറോദോസ് ആവശ്യപ്പെടുക. ട്രയലിനകത്ത് പോലും, ഒരു വിചാരണക്കിടയ്ക്ക് പോലും അതാണ് ആവശ്യപ്പെടുന്നത്. കുരിശിലായിരിക്കുമ്പോൾ പോലും അത് തന്നെയാണ് പറയുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ. കൂടെ കിടക്കുന്നയാൾ അത് തന്നെയാണ് പറയുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്കുക. അപ്പോൾ അത്ഭുതം യേശു പഠിപ്പിച്ച ഒരു ജീവിത രീതിക്കകത്ത് അതിൻ്റെ ന്യൂക്ലിയസ് ഒന്നുമല്ല, അതിൻ്റെ ഒരു പാർശ്വങ്ങളിൽ എവിടെ ഇതുണ്ട്. അത്ഭുതത്തെ നിഷേധിക്കുക എന്നുള്ളതല്ല. മാർക്കിൻ്റെ സുവിശേഷം അവസാനിക്കുന്ന പോലും അങ്ങനെയാണ്. അവൻ അത്ഭുതങ്ങൾ കൊണ്ട് തൻ്റെ പഠനങ്ങളെ സ്ഥിരീകരിക്കുന്നുള്ളതാണ്. അപ്പോൾ അവിടുന്ന് കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ അറ്റസ്റ്റേഷൻ മാത്രമായിട്ടാണ് നമ്മൾ അത്ഭുതങ്ങൾ എടുക്കുക. അതിൻ്റെ ഒരു ന്യൂക്ലിയസ് ആയിട്ട് അതിന് ചുറ്റും കറങ്ങുന്ന ഒന്നായിട്ടൊക്കെ അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നൊരു വല്ലാത്തൊരു പ്രശ്നമുണ്ട്. ഭൂതമില്ലാത്തതാണ് അത്ഭുതം. പണ്ട് സംഭവിക്കാത്ത ചില കാര്യങ്ങളൊക്കെ സംഭവിക്കണം, ഇത്രയും വാശി എന്തിനാ? അല്ലെങ്കിൽ അത്തരം വാശികൾക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ദൈവപരിപാലനം ഉണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ?
അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് യേശു ഈ പറഞ്ഞ സങ്കീർത്തനത്തിൻ്റെ ആ ഒരു അർത്ഥം അതിന് വാചികാർത്ഥത്തിലെടുത്തില്ല? ഇപ്പോൾ രണ്ടതാണ്, ഇത്രയും അത്ഭുതങ്ങൾ ആവശ്യമില്ല. ഒരു സാധാരണ ജീവിതം സാധ്യമാണ്. പലപ്പോഴും സാധാരണ ജീവിതത്തിനകത്ത് ഒരു മതിപ്പുറവുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വാസ്തവത്തിൽ ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തെ ഏറ്റവും സാധാരണ രീതിയിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ, തൃപ്തിയിൽ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് കൃത്യമായ സ്പിരിച്വൽ ഒരു നിലനിൽപ്പായി മാറുന്നൊക്കെയുള്ളതാണ് എൻ്റെ ശരിയെന്നുള്ളത്. പിന്നെ മൂന്നാമത്തത് നമ്മൾ വായിച്ച് കേൾക്കുന്നു, തിന്മ അവനെ ഇങ്ങനെ ഒരു നഗരത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് കുന്നിന് മുകളിലേക്ക് കൊണ്ടുപോയി ലോകത്തിലെ മുഴുവൻ ആഡംബരങ്ങളും കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ ഞാൻ നിനക്ക് നൽകാം, നീ എന്നെ നമസ്കരിച്ചാൽ മാത്രം മതി. വല്ലാത്ത ഒരു അവിശുദ്ധ ബന്ധത്തിൻ്റെ വെളിപ്പെടുത്തലായത്. പലപ്പോഴും മനുഷ്യർ വിചാരിക്കുന്നു അവരനുഭവിക്കുന്ന, അവർ കൈമാറുന്ന ഈ ആഡംബരങ്ങളും സമ്പത്തുമൊക്കെ ഈ ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമാണെന്ന്. അല്ല, തിന്മയെ നമസ്കരിക്കുന്നതുകൊണ്ടാണ്. തിന്മയുമായിട്ട് കോംപ്രമൈസ് ചെയ്യാതെ അനുപാതമില്ലാത്ത രീതിയിലുള്ള സ്വത്തോ അല്ലെങ്കിൽ ആഡംബരങ്ങളോ ഒരാൾക്ക് കണ്ടെത്താനോ പുലർത്താനോ പറ്റില്ല. ഏതെങ്കിലുമൊക്കെ ഒരു ചൂഷണത്തിൻ്റെ കഥ എല്ലാ ഫോർച്യൂൺസിനകത്തും ഉണ്ടാകും, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട്. ആ ഒരു പ്രശസ്തമായൊരു ചിത്രത്തിൽ പറയുന്നതാണ്, ഗോഡ് ഫാദറിൽ പറയുന്ന കണക്ക്, ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദെർസ് എ ക്രൈം. ആ ക്രൈമും അത്തരം ഫോർച്യൂൺസിൻ്റെയും ഒക്കെ കഥകൾ നമ്മൾ പാർക്കുന്ന ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തിന്മയുമായിട്ട് കോംപ്രമൈസ് ഇല്ലാതെ ജീവിക്കണമെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് പുലർത്തേണ്ട ഒരു കാര്യം, ഒരാൾ വേദപുസ്തകം പുലർത്തുന്ന ആ ലാളിത്യത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പാഠങ്ങൾ അഭ്യസിക്കുക എന്നുള്ള. നമുക്കത് കേൾക്കുമ്പോൾ കുറച്ചൊരു ചെടിപ്പുണ്ടാകുമെന്ന് പറഞ്ഞാലും അതാണ് അതിൻ്റെ ശരി. പണ്ടിങ്ങനെ ഒരു ഫിലോസഫറുണ്ട്, ഡയോജനസ് പറഞ്ഞൊരു ഫിലോസഫറുണ്ട്. ഇയാളിങ്ങനെ വെള്ളവും പച്ചറൊട്ടിയും കഴിച്ചൊക്കെ ജീവിക്കുമ്പോഴേക്കും അന്ന് ഏറ്റവും അറിവുള്ള മനുഷ്യരൊക്കെ കൊട്ടാരത്തിൽ അവസ്ഥകൊണ്ടിരുന്നത്. അന്ന് കൊട്ടാരത്തിൽ എപ്പോഴും അത്തരം ഒരു സദസ്സുണ്ട്, അറിവുള്ളൊരു സദസ്സുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമകാലികനായൊരു മനുഷ്യൻ ഇയാളിങ്ങനെ ഈന്തപ്പഴങ്ങളൊക്കെ, പച്ച ഈന്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വഴിക്ക് പോയപ്പോൾ പറഞ്ഞു, രാജാവിനോടൊപ്പം സംസാരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഈ പച്ച ഈന്തപ്പഴം കഴിക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു. അപ്പോൾ ഇയാൾ പറയുന്നു, പച്ച ഈന്തപ്പഴം കഴിക്കാൻ പഠിച്ചിരുന്നെങ്കിൽ ഈ രാജാവിന് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്ന ഗതികേട് വരില്ലായിരുന്നു. ഇപ്പോൾ ഒരു കോംപ്രമൈസ് എന്ന് പറഞ്ഞൊരു സംഭവത്തിനകത്ത് മാത്രമാണ് ഈ കണക്കില്ലാത്ത, ക്രമമില്ലാത്ത ഈ ധനമൊക്കെ വരുന്നത്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. ഒന്നെങ്കിൽ ധനം ഉണ്ടാക്കുന്ന രീതിക്കകത്തൊരു പാവമുണ്ട്, അല്ലെങ്കിൽ ചിലവഴിക്കുന്ന രീതിക്കകത്ത് പാവമുണ്ട്, അല്ലെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുന്ന രീതിക്കകത്ത് പാവമുണ്ട്. ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദേർസ് എ സിൻ. ആഡംബരങ്ങൾ പാപമാണെന്ന് ഓർത്താന്നല്ല. വാസ്തവത്തിൽ നോമ്പ് പഠിപ്പിക്കുന്നത് ഈ ആഡംബരമില്ലാതെ ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മളുടെ ഭക്ഷണമൊക്കെ എത്ര ലളിതമായി, ഒരു പയറ് തോരനോ ഒരു ഇത്തിരി മോരോ ചമ്മന്തി കൊണ്ടൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന 19 ദിവസങ്ങൾ അവിടം കൊണ്ട് തീരേണ്ട കാര്യങ്ങളല്ല, ലാളിത്യത്തിന് വേണ്ടിയുള്ള ഒരു ക്ഷണം കൂടിയാണ്. അപ്പോൾ കണ്ട വിചാരങ്ങളെ ഞാൻ ഒന്ന് ക്രോഡീകരിക്കാൻ, ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു 3 പ്രലോഭനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധയിലേക്ക് ചില വിചാരങ്ങൾ കൊണ്ടുവന്നത്. ഒന്ന് അപ്പവുമായിട്ട് ബന്ധപ്പെട്ട പ്രലോഭനം, അതിങ്ങനെ സുഖത്തെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, പ്രിയങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇങ്ങനെ റിമോട്ടായിട്ട് കൂടി കാണാനായിട്ട് പറ്റുന്നത്, എല്ലാം അപ്പോഴപ്പോഴുള്ള കൗതുകങ്ങളിൽ പെട്ടുപോയാൽ മതിയോ? മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, വാക്കുകൊണ്ട് കൂടിയാണ്. രണ്ടാമത്തത്, ഈ അസാധാരണ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ബൈബിൾ ട്രഡീഷൻ അകത്ത് അത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ട പ്രലോഭനമാണ്. ജീവിതം ഇത്രയും അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള ഇടമാണോ? അത്ഭുതങ്ങളില്ലാതെയും ഭംഗിയായിട്ട് എത്രയോ കോടി മനുഷ്യർ ആ ക്രിസ്തു ജീവിതം ജീവിച്ചു തീർക്കുന്നുണ്ട്. അവരതിനകത്ത് യാതൊരുവിധ അസ്വസ്ഥയോ ദുഃഖവും അനുഭവിക്കുന്നില്ല. മൂന്നാമതായിട്ട്, ഇങ്ങനെ ഈ ആഡംബരങ്ങൾക്കകത്ത് എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ അപ്പമില്ലാതെയും അത്ഭുതമില്ലാതെയും ആഡംബരമില്ലാതെയും ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ 40 ദിവസങ്ങളിലെ ഓർമ്മ എൻ്റെ ബോധത്തിലേക്ക് തരുന്നത്. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.